السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവ വിശ്വാസം കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലുമുള്ള കർമ്മങ്ങളെ പരിശുദ്ധമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നും ജീവനും വായുവും വെള്ളവും വെളിച്ചവും എല്ലാം ക്രമീകരിച്ച് ഈ പ്രപഞ്ചത്തെ ജീവിതയോഗ്യമാക്കിയ പരമകാരുണികനായ ആ സൃഷ്ടാവിനെ ആരാധ്യനായി അംഗീകരിക്കുന്നതോടെ മനുഷ്യരിൽ വലിയ ബാധ്യതകൾ തുടർന്ന് അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു എന്നും വിശുദ്ധമായ ഈ ഗ്രന്ഥം ഖുർആൻ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: ഫആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുടുംബ ബന്ധമുള്ള മനുഷ്യർക്ക് അവന്റെ ചില അവകാശങ്ങളുണ്ട് നിങ്ങളുടെ മേൽ. ആ അവകാശങ്ങൾ പൂർണ്ണമായി നിങ്ങൾ കൊടുത്തുവിടണം. അതുപോലെ തന്നെ അഗതിയായ ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകൾക്ക്, വഴിപോക്കന്, അവർക്കൊക്കെ ചില അവകാശങ്ങൾ നിങ്ങളുടെ മേലുണ്ട്. അതെല്ലാം നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമമെന്നും അങ്ങനെയുള്ള ആളുകളാണ് വിജയിക്കുകയെന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, ഒരാൾ തന്റെ രക്ഷിതാവിൽ വിശ്വാസം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ ചില ബാധ്യതകൾ കടന്നു വരികയാണ്. സാമ്പത്തിക രംഗത്തെല്ലാം ആ ബാധ്യതകൾ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയുമാണ്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, മനുഷ്യ ജീവിതത്തിൽ നിർബന്ധമായതും നിർബന്ധമല്ലാത്തതുമായ ദാനധർമ്മങ്ങളുണ്ട്. അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തരംതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാനധർമ്മം എന്നുള്ളത് ദൈവവിശ്വാസത്തിന്റെ അനിവാര്യ താൽപര്യമായിട്ടാണ് വിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ രക്തബന്ധത്തിൽപ്പെട്ടവർക്കുള്ള ദാനത്തെ ഖുർആനും നബിചര്യയുമെല്ലാം വളരെ പുണ്യമുള്ളതായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയുമല്ലോ, നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ എത്രയെത്ര മനുഷ്യരാണ് രോഗപീഠകൾ കൊണ്ട് പ്രയാസങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റിതര സാമ്പത്തിക ബാധ്യതകളാൽ ഞെരുങ്ങുന്ന എത്രയെത്ര ആളുകളെ സമൂഹത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആവോളം സുഖവും സന്തോഷവും ഒക്കെ ആസ്വദിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഞെരുക്കത്തിലും പ്രയാസത്തിലും കഴിയുന്നത് നമ്മൾക്ക് കാണാനും അവർക്ക് നേരെ ഒന്ന് കാരുണ്യത്തിന്റെ കണ്ണു തുറക്കാനും കഴിയുന്നില്ല എങ്കിൽ അത് വലിയ അപകടമായിട്ടാണ്, ഏറെ മോശമായ ഒരു സ്വഭാവമായിട്ടാണ് പരിശുദ്ധമായ ഖുർആനും നബിചര്യയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവകാശങ്ങളും ബാധ്യതകളും സമന്വയിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ടു പോകണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളുടെയും ഒരവകാശവും നമ്മൾ ഹനിക്കാൻ പാടില്ല. നമ്മൾക്കറിയുമല്ലോ, ചോദിച്ചു വരുന്ന ദരിദ്രർക്ക് പോലും നമ്മളിൽ ചില അവകാശങ്ങളുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ചോദിക്കാത്ത ദരിദ്രർക്കും നമ്മളുടെ ധനത്തിൽ ചില അവകാശങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഅമ്മൽ യതീമ ഫലാ തഖഹർ വഅമ്മസ്സായില ഫലാ തൻഹർ. അനാഥരായ ആളുകളെ നിങ്ങൾ തുരത്തി ഓടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൈകൾ നീട്ടി വരുമ്പോൾ അവരെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായ നിലയിൽ അവഗണിക്കാനോ
അല്ലെങ്കിൽ അവർക്ക് നേരെ നിങ്ങൾ മുഖം തിരിക്കാനോ പാടില്ലാത്തതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം യഥാർത്ഥത്തിൽ നമ്മളുടെ ധനത്തിൽ നിന്ന് ചില അവകാശങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും നിർണയിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയുമല്ലോ, ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ധനമെന്ന ആ മഹാസൗഭാഗ്യം നമ്മളിൽ തന്നിട്ടുള്ളത് പ്രപഞ്ച രക്ഷിതാവാണ്. ആ രക്ഷിതാവിന്റെ കൽപ്പന ആ മേഖലയിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് ദരിദ്രർക്കും അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും മാത്രമല്ല, യാത്രക്കാരന് പോലും വിശ്വാസിയുടെ ധനത്തിൽ അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുക വഴി ഈ മനസ്സിൽ ആ ധർമ്മത്തെ സംബന്ധിച്ചുള്ള ചിന്ത പരിശുദ്ധമായ ഖുർആൻ ഏറെ വിശാലമാക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ലക്ഷ്യമായി കാണേണ്ടുന്നത് പ്രപഞ്ച രക്ഷിതാവിന്റെ പ്രീതി തന്നെയാണ്. ആ മേഖലയിൽ ധനം കൊണ്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന് വളരെയധികം ആ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചല്ലോ, ഏതാണ് ദാനധർമ്മങ്ങളിൽ ഉത്കൃഷ്ടമെന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ധനം ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്റെ ദാരിദ്ര്യം ഭയപ്പെടുകയും ചെയ്യുമ്പോൾ ചെയ്യുന്ന ദാനമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ദാനമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് ദാനം ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മളുടെ മനസ്സ് എത്ര വിശാലമാകണം. സ്വർഗത്തെക്കുറിച്ചുള്ള മോഹം മനുഷ്യനെ ആ രീതിയിൽ ഉന്നതനാക്കി പരിവർത്തിപ്പിക്കും. അത്തരക്കാരാണ് വിജയികളെന്ന് അല്ലാഹു തആല ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുകയാണ്. അതേ സഹോദരങ്ങളെ, വിശ്വാസം സ്വീകരിക്കുന്നതോടെ നമ്മളുടെ സമ്പത്തിലും ചില ബാധ്യതകളുണ്ട്. നമ്മളുടെ ചുറ്റുപാടിലുമുള്ളവർക്ക് നേരെ നാം ഒരിക്കലും പിശുക്ക് കാണിക്കാനോ അല്ലെങ്കിൽ ധൂർത്തടിച്ച സമ്പത്തുകൾ ചിലവഴിച്ച് നശിപ്പിക്കാനോ പാടില്ല. ഒരു മിതത്വം സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ കഴിയുന്നതെന്തോ അതൊക്കെ ചിലവ് ചെയ്യാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.